ഹലോ ഗൈസ്, ഞങ്ങൾ എവിടെ പോകാന്ന് വെച്ചാൽ ഈവനിങ് വാക്കിങ്. എൻ്റെ ഹസ്ബൻഡോട് കൂടെ ഒരു നമസ്കാരം കൊടുക്ക്. പ്രഭാതമല്ല, ഈവനിങ് വാക്കാം. അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു. ഇതാണ് ഞങ്ങൾ എപ്പോഴും നടക്കാൻ വേണ്ടിയിട്ട് പോകുന്ന വഴി. നല്ല രസമാണ് കേട്ടോ, നല്ല റോഡൊക്കെ ഉണ്ട്, അടിപൊളി രസമാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താ പറയുക, എൻ്റെ കോമാളിത്തരങ്ങൾ വീഡിയോ എടുക്കുന്ന ഹസ്ബൻഡ് മഹാൻ. നല്ല രസമുള്ള സ്ഥലമൊക്കെ കേട്ടോ, കാണാൻ വളരെ രസമൊക്കെയുണ്ട്, അടിപൊളിയാണ്. ഒരു മഴയൊക്കെ പെയ്ത് ഇങ്ങനെ തോർന്നിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു, യെസ്, ഞങ്ങളുടെ സപ്പോട്ട മരം കേട്ടോ. ഞങ്ങൾ ഇടയ്ക്ക് ഇതിൻ്റെ ചോട്ടിൽ നിന്ന് സപ്പോട്ട പറിച്ചെടുക്കാറുണ്ട്. കണ്ടോ? യെസ്, കണ്ടോ? ഞങ്ങൾ നടക്കാൻ പോയപ്പോൾ കണ്ട സപ്പോട്ട മരം കണ്ടോ, നിറച്ച് കായുണ്ട്. ഇതേ കണ്ടോ, അടിപൊളി കായുണ്ട്. അതിന് ശേഷം നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പം ഞാൻ നിങ്ങളെ കാണിക്കും. ഇവിടെ കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ട്, തെങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. തെങ്ങ്, പ്ലാവ്, ഇല്ലേണ്ടേ എന്നായിരുന്നു അതിൻ്റെ പനയുടെ പേര് പറഞ്ഞു, പാം ഓയിലിൻ്റെ പനയാണ് കേട്ടോ അതാ കാണുന്നത്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ അത്? അപ്പം അതിൻ്റെ സൈഡിലതേ ഒരു തോടെന്നൊക്കെ പറയില്ല നമ്മുടെ നാട്ടിൽ, ദേ ഒരു കുഞ്ഞു തോടുണ്ട്. ഇതാ കണ്ടോ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമുള്ള തോടുണ്ട്. കാടാണ്. അപ്പം ഇതൊക്കെയാണ് ഞങ്ങൾ നടക്കാൻ പോകുന്ന സ്ഥലത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഇതേണ്ട എൻ്റെ പല വീഡിയോസിൽ ഇത് പ്ലാവൊക്കെയാണ് കേട്ടോ. ഇത് പ്രത്യേകതര ഒരു പ്ലാവാണ്. ചക്കയില്ലല്ലോ, ഞാൻ കാണിച്ചു തരായിരുന്നു. പിന്നെ ഉള്ളത് ഡുറിയാൻ എന്ന് പറഞ്ഞൊരു ചെടിയാണ്. ചെടിയല്ല, ഡുറിയാൻ. കായൊന്നും ഉണ്ടായിരുന്നു, കായൊക്കെ തീർന്നു പോയി. പക്ഷേ അത് ഞങ്ങൾ സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഡുറിയാൻ. കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ നമ്മൾ അവിടെ നിന്ന് നടന്ന് ഇങ്ങോട്ട് പോകുന്ന സമയത്ത് ദേ ഇവിടെ കണ്ടോ, തെങ്ങുണ്ട്, പിന്നെ പ്ലാവുണ്ട്. കണ്ടോ, നല്ല നമ്മുടെ നാട്ടിലെ തന്നെ പ്ലാവ് കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. തിരിച്ചു വരുമ്പോൾ ഞാനീ കാണിക്കാം. ഇത് സെയിം തന്നെയാണ്. ഇതേണ്ട നമ്മുടെ നാട്ടിലെ കടലാസ് മുല്ലയൊക്കെ ഉണ്ട് കേട്ടോ, നല്ല രസമുള്ള കടലാസ് മുല്ല. ഇത് മറ്റേ ഇതാണ് നമ്മുടെ എന്താ പറയുക, ആ കായ്ക്ക് എന്താ പറയുക, ഇത് നമ്മുടെ എന്താ സാധനം, മാതളപ്പഴം. നല്ല രസമുണ്ട് കേട്ടോ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതേണ്ട നമ്മുടെ നാട്ടിലെ മുല്ലയുണ്ട്, മുല്ലപ്പൂവുണ്ട്, മുല്ലപ്പൂ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നല്ലതുണ്ട് ഒരു അടിപൊളി മാവ് ഉണ്ടോ, മാവ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടുത്തെ ഗ്രാമപ്രദേശങ്ങളിലുണ്ടല്ലോ ഇതേണ്ട കപ്പ, വാഴ, ഇതിനകത്ത് കോഴിയൊക്കെ ഉണ്ട് കേട്ടോ. സാധാരണ പ്രദേശങ്ങളൊക്കെ പോലെ തന്നെയാണ് ഇവിടെ. പിന്നെ നമ്മുടെ എന്താ സാധനമാണെന്നറിയോ, പിന്നെ അതിൻ്റെ പേരെന്തായിരുന്നു, കടച്ചക്ക അല്ലേ. കടച്ചക്കയുടെ മരമുണ്ട്, തെങ്ങുണ്ട്, പ്ലാവുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ വേണ്ട ഈ സൈഡിൽ നിൽക്കുന്നുണ്ട് റബ്ബർ മരമാണ് കേട്ടോ. റബ്ബർ മരമുണ്ട്. പിന്നെ പാം ഓയിലിൻ്റെ ഇതുണ്ട്, എന്താ പറയുക, മരമുണ്ട്. അത് ഏകദേശം തെങ്ങിൻ്റെ ഒക്കെ പോലെ തന്നെ ഇരിക്കും. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്.
ഞാൻ ഇടയ്ക്ക് ഇനി ഒരു ദിവസം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ എന്താ പറയുക, ചെടി അങ്ങനെയാണ്, അതിന് കായ് വേറെ സ്ഥലത്തൊക്കെ ഉണ്ട്. ദേ കണ്ടോ, ഇതാണ്. ഇത് ചെറിയ തൈയാണ് കേട്ടോ, കുറച്ചും കൂടെ വലിപ്പമാവുന്നതാണ് ഇതിന്. പിന്നെ വേണ്ട ഇവിടെ ഒരു പശു ഫാം ഉണ്ട് കണ്ടോ, അത് നിങ്ങളെ സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, പശു ഫാമൊക്കെ ഉണ്ട്. അങ്ങനെ നല്ല രസമുള്ള സ്ഥലമാണ് ഇവിടെ. നല്ല അടിപൊളി രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. കേട്ടോ, പശു കരയുന്ന സൗണ്ട് ഉണ്ട്. അങ്ങനെ ഇതെന്താണോ നമ്മൾ പറയുന്നത്, വാഗയോ, അതിൻ്റെ ഒരു മരമുണ്ട്. പിന്നെ ഇതിനെന്നാ പറയാം, എന്താ മാഞ്ചികോ, നമ്മുടെ നാട്ടിലുള്ളൊരു സാധനമാണ്, ഇടുക്കിയിലൊക്കെ ഉണ്ട്. അതിൻ്റെ പേരെനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യൂ കേട്ടോ. പിന്നെ എന്താണ്, പിന്നെ വേറൊരു സാധനം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇത് ഗ്രാമപ്രദേശമാണ് ഇവിടെ. എന്താ പറയുക, ദേ ഇത് കണ്ടോ, നമ്മുടെ പഞ്ഞിമരമാണ് കേട്ടോ. സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതാ പഞ്ഞി, ഞങ്ങൾ പഞ്ഞിമരം എന്ന് പറയുക. അവിടെ നാട്ടിൽ ഓരോ നാട്ടിൽ ഓരോ. പിന്നെ തെങ്ങുണ്ട്. പിന്നെ ദേ കരിമ്പിൻ്റെ തോട്ടം കേട്ടോ. ഇവിടെ കൃഷി ചെയ്തേക്കുന്ന കരിമ്പിൻ്റെ തോട്ടമാണിത് കണ്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള കരിമ്പിൻ തോട്ടം നിറച്ചുണ്ട്. കുറച്ച് ഒരു അങ്ങോട്ട് ഉള്ളിലോട്ടാണ്, കുറച്ച് ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഒട്ടുമിക്ക സാധനങ്ങളും ഇവിടെ ഉണ്ട് നമ്മുടെ നാട്ടിലുള്ള. പിന്നെ ഇതേ നമ്മുടെ ചാമ്പ ഉണ്ട്, ചാമ്പ മരം, പിന്നെ മാവ്, പിന്നെ ഏതാണ്, ഇത് മറ്റേ റംബൂട്ടാൻ്റെ തന്നെ മരമാണ്. പിന്നെ അതേ നാട്ടിലെ കപ്പയുണ്ട് അതേ നിൽക്കുന്നത്. ഇത് കപ്പയുടെ ഇലയാണ് ഇവർ കൂടുതൽ യൂസ് ചെയ്യുന്നത്. കപ്പയും കഴിക്കും, പക്ഷേ കപ്പയുടെ ഇല കണ്ടോ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഇവിടെ തന്നെ കൃഷി സ്ഥലങ്ങളാണ് കൂടുതൽ കേട്ടോ. കൃഷിസ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടേ അതിൻ്റെ എന്നാ കൃഷിയാണ് നമ്മുടെ, എന്നാ അതിൻ്റെ പേര്, പീച്ചിങ്ങ, ബീരക്കായ്, പീച്ചിങ്ങ കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്, നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. കണ്ടോ കണ്ടതേ പീച്ചിങ്ങ ഉണ്ടായി കിടക്കുന്നത്, ഇഷ്ടം പോലെ ഉണ്ടായി കിടക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ നടക്കുമ്പം ഇവിടെ നടന്ന് ഇങ്ങനെ പോകും. ഇവിടെ വരെയുള്ളൂ നമ്മുടെ, ഇത് റോഡാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ റോഡാണ്. ഞങ്ങൾ ഇവിടെ വരെ പോകത്തുള്ളൂ. ഇവിടെ ആകുമ്പോൾ പിന്നെ അധികം നടക്കാൻ വണ്ടികളൊന്നും വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ വരെ വന്നിട്ട് പിന്നെ തിരിച്ച് ഞങ്ങൾ പോകും. പിന്നെ എന്താ പറയുക, ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ വീടുകളൊക്കെയാണ് കേട്ടോ, സാധാരണപ്പെട്ട വീടുകളൊക്കെയുണ്ട്. നാട്ടിൻപുറത്തെ പോലത്തെ ഇത് പപ്പായ അങ്ങനത്തെ കാര്യം. അയ്യോ റംബൂട്ടാൻ ഉണ്ടോ, റംബൂട്ടാൻ കണ്ടോ, നിറച്ച് റംബൂട്ടാൻ കിടക്കുന്നുണ്ട്. ഇതേ റംബൂട്ടാൻ, ഇഷ്ടം പോലെ റംബൂട്ടാൻ ഉണ്ട് കേട്ടോ, അടിപൊളി. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടാവാടിയൊക്കെ ഉണ്ട് കേട്ടോ നടക്കുന്ന വഴിയത്. തൊട്ടാവാടി നാട്ടിലുള്ള ഒരു സ്ഥലം. ഞങ്ങളവിടെ മുണ്ടക്കയത്തൊക്കെ വയറാന്ന് പറയുന്നൊരു പുല്ലാണിത്. ഇതേൻ്റെ വയറ. പിന്നെ സാധാരണ നാട്ടിലൊക്കെ പോലെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ, ഒട്ടുമിക്ക സാധനങ്ങളും ഉണ്ട്. പിന്നെ അതേ കൂവ നിൽക്കുന്നു, കൂവ കണ്ടോ, കൂവ. അങ്ങനെ ഇതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ, നല്ല സ്ഥലങ്ങളാണ് കാണാൻ വേണ്ടിയിട്ട്. നല്ല പച്ചപ്പാർന്ന സ്ഥലങ്ങളാണ്. ഓക്കെ, ഈവനിങ് നടക്കാനായിട്ട് നല്ല അടിപൊളിയാണ്. നല്ല ശുദ്ധവായു ഒക്കെ ഉണ്ട്. ഗ്രാമത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ തിരിച്ച് നടന്ന് വരികയാണ്. എല്ലാം കഴിഞ്ഞു, നടപ്പൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വരികയാണ്. അപ്പോൾ തിരിച്ച് വന്നപ്പോൾ ഒന്നുമില്ല. അപ്പോൾ
അപ്പോൾ ബൈ ഫ്രണ്ട്സ്. നമുക്ക് ഹലോ എൻ്റെ ഭർത്താവ് ദേ ഇതൊക്കെ നോക്കി നടക്കുന്നുണ്ട്. എൻ്റെ ഭർത്താവ് ദേ പിന്നാലെ നടക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ ബൈ.